കൃഷിനാശം, വേലികൾ തകർക്കൽ, കൃഷിയിടങ്ങൾ ചവിട്ടിമെതിക്കൽ. ആദ്യം ആശങ്കയായത് കാട്ടാനയാണ്. കണ്ടോ, അത്രയൊന്നും വരത്തില്ല. ഒന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണ് കറക്റ്റ് കണ്ണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കലഞ്ഞൂർ പഞ്ചായത്തിലെ കുളത്തുമൺ നിവാസികൾ ഇന്നു പേടിക്കുന്നത് പുലിയെയാണ്. ആഴ്ചകൾക്ക് മുൻപാണ് വീടിന് മുന്നിൽ കെട്ടിയ പശുക്കിടാവിനെ ഏതോ മൃഗം കടിച്ചു കൊന്നത്. ആക്രമണത്തിന്റെ സ്വഭാവവും മൃഗത്തിന്റെ ശരീരത്തിലെ മുറിവുകളും പരിശോധിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പുലിയുടെ ആക്രമണമാണെന്ന നിഗമനത്തിലാണ്. പുലി പിടിച്ചിട്ടുണ്ട്. പുലി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താണെന്ന് അറിയില്ല. രാവിലെ നോക്കിയപ്പോഴാണ് കണ്ടത്. ഇനി എന്നും പുലിയുടെ ശല്യമായി ഇവിടെ. ഇന്ന് തന്നെ കുളത്തോണില് താഴെ ഭാഗത്ത് മൊത്തം ആന ഇറങ്ങി ഒരു ഏരിയ ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനും മാസങ്ങൾക്ക് മുൻപാണ് വീടിന് മുന്നിൽ കെട്ടിയിട്ടിരുന്ന മറ്റൊരാടിനെ പുലി ആക്രമിച്ചു കൊന്നത്. അന്ന് ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല എന്ന പരാതി നാട്ടുകാർക്കുണ്ട്. മതി 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 പോയത്. അണ്ണാ, അയ്യോ ഇപ്പാപ്പാ പുറകെ ഉണ്ടേ. എവിടെ വെച്ചതേ കാണാം. അതെ, അടുത്തത്. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങി വരുന്നതും പ്രതിസന്ധിയാണ്. നിരവധി കർഷകരുടെ വാഴ, കപ്പ, തെങ്ങ് തുടങ്ങിയ പലതരം കൃഷികൾ ഇതിനോടകം നശിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറ സ്ഥാപിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തെങ്കിലും താൽക്കാലിക നടപടികൾ കൊണ്ട് പരിഹാരം കാണാനാകില്ല എന്ന അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. ഇനിയിപ്പോൾ പേടിയോ, ഒന്നുകൂടെ പേടിയോ, എങ്ങോട്ടേലും പോകാനോ? ഇതിൽ അങ്ങോട്ടും ആൾതാമസമൊന്നും ഇല്ല. താഴോട്ട് പോകണമെങ്കിൽ ഇതിലെവിടെ നടന്നു പോകണേ, ഒരു 1 കിലോമീറ്റർ താഴെ പോകണമെങ്കിൽ, റോഡിൽ പോകണമെങ്കിൽ, പുതുവേടെങ്കിൽ എന്ന് പറയാം, പള്ളിപ്പടിയിലോട്ട് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ജില്ലുവാനാണ്. അവിടെയും മനുഷ്യനും മാഞ്ചാതി ഒന്നും ഉള്ളതല്ല. ആ കാട്ടുകൂടെ വേണം നടന്നു പോകാൻ. അരക്ഷിതമായ പകലുകൾ, ഭയന്നു കഴിയേണ്ട രാത്രികൾ. കുളത്തുമണ്ണിലെ ജനങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിന്നും ഒരു മോചനം വേണം. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.